ഹായ് ഓൾ. ഇന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ഒരു ശില്പ നിധി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഒരു തെറാപ്പി സെഷൻ ആവശ്യമുണ്ട്, ചിലപ്പോൾ നിങ്ങളത് എടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേ അൺവാണ്ടഡ് തോട്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമൻ്റ് ഇതായിരുന്നു, യു നീഡ് ടു മീറ്റ് എ തെറാപ്പിസ്റ്റ്, മേ ബി യു ഓൾറെഡി മെറ്റ്. പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അൺവാണ്ടഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺവാണ്ടഡ് ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ടോട്ടലി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. അപ്പം ആ തോട്ട്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് പറയാം. സാധാരണ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പോലത്തെ ഒരു ചൈൽഡ്ഹുഡ് അല്ല എനിക്കുണ്ടായിരുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ അമ്മാനെ എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് കല്യാണം കഴിക്കാനും കുട്ടിയാകാനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ആ ഒരു കൊച്ചാണ് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഐ എം ആൻ അൺവാണ്ടഡ് ചൈൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ പ്രശ്നം എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ മെറ്റീരിയൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ എൻ്റെ മകളുടെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കറക്റ്റായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ മൂക്ക് പ്രശ്നമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഡിവോഴ്സ് ഓവർകം ചെയ്തിട്ട് വന്ന ഒരാളാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു യൗവനത്തിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു മാരേജ് ലൈഫ്, ഫസ്റ്റ് മാരേജ് ലൈഫ് ആണെങ്കിലും വളരെ മോശമായിരുന്നു. കുറേ ട്രോമാറ്റിക് അനുഭവങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് മാരേജിലോട്ട് വരുന്നത്. ഈ കാലത്തിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുകയും എൻ്റെ ജോലിയിൽ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജേർണലിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത്. എൻ്റെ ജോലിയൊക്കെ 22ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പം ആ ജോലിയിലൊക്കെ ഈ സമയത്ത് ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈൻ. പ്രത്യേകിച്ച് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ നല്ലതായിട്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ വളരെ സ്നേഹത്തോடு തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെയും സെക്കൻഡ് മാരേജൊക്കെയാണ്, കൊല്ലത്തുള്ള ഒരാളാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് പുള്ളിക്കാരന് ജോബ് ലോസ് ആയിപ്പോയി. പുള്ളി റിസർവ് ബാങ്കിൽ സെയിൽസ് മാനേജറായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. കോവിഡ് സമയത്ത് പുള്ളിക്കാരന് ടാർഗറ്റ് വിചാരിച്ച പോലെ മീറ്റ് ചെയ്യാൻ പറ്റാതെ ജോബ് ലോസായി. പക്ഷേ ആ സമയത്ത് ഒരു പുരുഷന് നമ്മുടെ നാട്ടിൽ ജോലി ലോസായി കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന കുറേ ഇൻസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ പ്രഗ്നൻസി സമയത്ത് എന്നെ